ഈ പോഡ്കാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കാരണം ഫസ്റ്റ് ടൈമാണ് ഇതേപോലെയൊക്കെ ഇരുന്ന് സംസാരിക്കണത്. എന്തൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ സ്ക്രിപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ സ്ക്രിപ്റ്റ് ചെയ്താൽ എന്തായാലും നമ്മൾ മറന്നു പോകും. അല്ലെങ്കിലേ ഒന്നും ഓർമ്മയ്ക്കല്ല സ്ക്രിപ്റ്റ് ആയിട്ട് പറയാൻ. എന്നുവെച്ചാൽ ഒരു പേജ് സ്ക്രിപ്റ്റ് ചെയ്ത് 2 വരിയാകുമ്പോഴേ ഞങ്ങൾ മറന്നു. അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇന്നലെ രാത്രി ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്തെന്ന് വിചാരിച്ച് ബുക്കൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഷൂവിന്റെ അടുത്ത് ബുക്ക് അതുകൊണ്ട് ഇപ്പൊ അത് മേളില് പേരൊക്കെ ഇരിക്കും. ഞാനൊരു ഫസ്റ്റ് 2 വരി എഴുതിയിട്ട് ഇങ്ങനെ എഴുതി മെസ്സേജ് എന്തോ അയച്ചോണ്ടിരിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തോടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് 2 വരെ എഴുതിയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് വീണ്ടും അടുത്ത എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ആലോചിച്ചത് എന്തായാലും സ്ക്രിപ്റ്റ് എഴുതിയാലും ഒരു പേജ്, ഒരാൾക്ക് എന്തായാലും 1 പേജ് സ്ക്രിപ്റ്റ് പറഞ്ഞു. ഈ 1 പേജ് സ്ക്രിപ്റ്റ് വരുമ്പോഴത്തേക്ക് 2 വരിയാകുമ്പോഴേ ഞാൻ മറന്നു. വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ, അത് എഴുതണം ഞാൻ തന്നെ മറന്നു. ആ ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിയുമ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ മറന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ എഴുതിയില്ല, സ്ക്രിപ്റ്റ് എഴുതണമെന്ന് വിചാരിച്ചു. വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ നല്ല കണ്ടന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. കാഷ്വൽ ടോക്സിന് എപ്പോഴും അല്ല, ആരെങ്കിലും വന്നിരുന്ന് സംസാരിക്കാൻ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു ഇത് വരത്തില്ല. നമുക്ക് സംസാരിക്കാൻ കണ്ടന്റ് കിട്ടിയ നമ്മൾ അതിലങ്ങ് പിടിച്ചങ്ങനെ കറങ്ങി പോകും. നിങ്ങൾക്ക് അത് പറയാൻ പറ്റേ, ഞങ്ങൾ എന്തിനെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഞങ്ങളത് റെഫർ ചെയ്തിട്ട് അതിനെ കുറിച്ച് സജഷൻസ് ഓർ കണ്ടന്റ്സ് ഉറപ്പായിട്ടും ഇടുന്ന കമന്റ് എല്ലാം ചെയ്യണായിരിക്കും. നല്ല കമന്റ്സ്, മോശം കമന്റ്സ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാരും അക്സെപ്റ്റ് ചെയ്യാമോ? അതല്ലെങ്കിലും ഒരുത്തിനും അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനത്തെ കമന്റ്സ്. മറ്റേ കഴിഞ്ഞ 2 വീഡിയോ ഒരു വീഡിയോ കോപ്പറേറ്റ് ഉണ്ടായിരുന്നു. മറ്റേ ടൈം ലാപ്സിലും 2 ടൈം ലാപ്സിലും. അയ്യോ, അത് എങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ മറ്റേ വീഡിയോക്ക് ഇപ്പോഴും കോപ്പിറൈറ്റ് അടിച്ചിട്ടില്ല. 2 കിട്ടുന്ന പാട്ടൊന്നും 2 കിട്ടുന്ന പാട്ടൊന്നും പക്ഷെ എനിക്ക് വേറെ കോമഡി മറ്റേത് ആദ്യം ടൈം കോപ്പിറൈറ്റ് അടിച്ചില്ല എന്നല്ലേ, മറ്റേ ഇല്ല മറ്റേ ചിക്കിട്ട് ആദ്യം ഇല്ലല്ലോ എന്നല്ലേ, രണ്ടാമത് വലിയ കോപ്പിറൈറ്റ് അടിച്ച. അയ്യോ, അത് കോമഡി സാധനം. ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല. യൂട്യൂബില് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. അതായത് ഏതെങ്കിലും പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ്സ് ഒക്കെ വന്നാൽ അതിന് കോപ്പിറൈറ്റ് അടിക്കും. അപ്പം നമുക്ക് ആ വീഡിയോ റീച്ചായി റവന്യൂ വേണ്ട എങ്കിൽ ആ പാട്ട് നമുക്കിടാം. അങ്ങനെയാണ്. ഫസ്റ്റ് ഈ പാട്ടിന്റെ ഒരു സീൻ ഇല്ലായിരുന്നു. അല്ല, ഫസ്റ്റ് ഈ പാട്ട് മൊത്തം ഇട്ടാലോ അല്ലെങ്കിൽ ഒരു ഭാഗം ഇട്ടാലോ ഒക്കെ കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഈ കരോക്കെ ഇട്ട കോപ്പിറൈറ്റ് ആയി. ഇപ്പം ആ പാട്ടിന്റെ ട്യൂണ് സൈഡിൽ കൂടെ പോയാലേ കോപ്പിറൈറ്റ് ആണ്. വേണ്ട, ഒന്ന് മൂളിയാൽ മതി കോപ്പിറൈറ്റ്. അയ്യോ, ഞാൻ ഇപ്പൊ മറ്റേ പാട്ട് പാടി അതിന് അയ്യോ അതാണ് ഇപ്പൊ നമ്മൾ പാടിയാലും കോപ്പിറൈറ്റ് ഉണ്ട്. ഇളയരാജയുടെ ഓരോരോ കാര്യങ്ങള് ഇനി ഇതിന് തെറിയോട് കിട്ടും. ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇട്ട്, ഞാൻ ഹോട്ട് വീൽസ് തപ്പിപ്പോണ ഒരു വീഡിയോ ഉണ്ട്. അതില് അതില് ഞാൻ മറ്റേ പ്രേമ സിനിമയുടെ ഇവര് മറ്റേ കഫേ നടത്തുമ്പോ അവിടെ സ്റ്റാർട്ടിങ്ങിലൊരു മറ്റേ കുതിരയും കൊണ്ടൊക്കെ വരുമ്പോ ഒരു പാട്ടുണ്ട്, ഇത് പുത്തൻ ലോകം, അങ്ങനെ ഒരു പാട്ട്. അത് ഞാൻ ഒരു വീഡിയോയില് ടൈം ലാപ്സ് ആയിട്ട് ഇട്ട്. അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ രണ്ടാമതൊരു വീഡിയോ ചെയ്തപ്പം, പക്ഷെ പിന്നീട് ഒരു വീഡിയോ ചെയ്തപ്പം അതിൽ വലിയ കണ്ടന്റ് ഒന്നുമില്ല, കുറച്ച് ടൈം ലാപ്സ് 2-3 ടൈം ലാപ്സ് ഉണ്ട്. ഫസ്റ്റത്തെ ടൈം ലാപ്സിൽ ഈ പാട്ടിട്ട് ഇത് പുത്തല് അതിട്ട്, രണ്ടാമത്തെ ടൈം ലാപ്സിൽ കൂലിയിലെ മറ്റേ ടീസറിൽ വന്നതാണ് അതും ഇട്ട്. എന്നിട്ട് ഞാൻ എല്ലാം ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നു. അതായത് ക്രിസ്മസിന്റെ അന്ന് രാവിലെ 11:11 വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നത്. അത് 11 ഞാൻ പറഞ്ഞുതരാം. അതൊരു ഇതുണ്ട്. 11:11 ഞാൻ എല്ലാ വീഡിയോ 11:11 ഷെഡ്യൂൾ ചെയ്യുന്നത്. ഞാൻ ഇട്ട വീഡിയോ എല്ലാം 11:11 ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതെന്നുവെച്ചാ ഈ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ രാത്രി 1 മണിക്ക് എന്താണ് ഞാൻ ഷെഡ്യൂൾ ചെയ്തത്. എന്നുവെച്ചാൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 11:11. എന്നിട്ട് ഞാൻ എല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഒന്നും കണ്ടില്ല.
അപ്ലോഡ് ചെയ്ത്. അതെന്തോ ഒന്നര മണിക്കൂറല്ലല്ലോ, 1/4 മണിക്കൂർ അടുപ്പിച്ചെന്തോ എടുത്ത്. ഫോണിൽ നിന്നാണ് ചെയ്തത്. അപ്പോൾ അടുപ്പിച്ച് കുറച്ച് സമയം എടുത്ത്. എന്നിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസം ഞാൻ നാട്ടിൽ പോയിട്ട് ഇതേപോലെ വീഡിയോ ചുമ്മാ എടുത്താൽ ചെയ്യുന്ന നോയിക്കൊണ്ടിരുന്നു. അപ്പം സൈഡിലൊരു സാധനം കിടക്കുന്നു, കോപ്പിറൈറ്റ് ഇടന്ന്. എന്നിട്ട് അപ്പം ഞാൻ അപ്പം തന്നെ ഇവനെ വിളിച്ച്, എടാ ഇതേപോലെ കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്, എന്തൊരു കാര്യമൊന്നും മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞു. ആ പാട്ട് ഞാൻ ഓൾറെഡി ഇട്ടു. എന്നുവെച്ചാൽ അത് ആ ഒരു വീഡിയോക്ക് 2 കോപ്പിറൈറ്റ്, ഒരു വീഡിയോക്ക് 2 കോപ്പിറൈറ്റ്. പക്ഷെ 2 പാട്ടിന്റെ കോപ്പിറൈറ്റ് കിടപ്പുണ്ട്. എന്നുവെച്ചാൽ ഈ മറ്റേ ഇത് പുത്തൻ ലോകത്തിനും കോപ്പിറൈറ്റ് കിടപ്പുണ്ട്, മറ്റേ കൂലിയിലെ പാട്ടിനും കോപ്പിറൈറ്റ് കിടപ്പുണ്ട്. ഓക്കെ, കൂലിയിലെ പാട്ടിന് ഇട്ടാൽ വീണ്ടും പറയാം കോപ്പിറൈറ്റ്. പക്ഷെ ഇത് പുത്തൻ ലോകത്തിന് എന്തിന് കോപ്പിറൈറ്റ് അടിച്ചത് എനിക്ക് ഇപ്പോഴും. അതിന് മുമ്പുള്ള മുമ്പുള്ള വീഡിയോക്ക് കോപ്പിറൈറ്റ് അടിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞാൻ അപ്പോഴിരുന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇരുന്ന് എഡിറ്റ് ചെയ്ത്. എന്നുവെച്ചാൽ അത് ഫോണിൽ നമുക്ക് മ്യൂസിക് മാറ്റാൻ പറ്റത്തില്ല, അത് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ അത് എടുത്ത് കളഞ്ഞിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് രാത്രി എന്താ വീട്ടിൽ വന്നത്, രാത്രി വീട്ടിൽ വന്നിട്ട് വീണ്ടും ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ വീണ്ടും കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് ആ ഭാഗത്ത് എന്നുവെച്ചാൽ ആ സെയിം മ്യൂസിക് വെച്ച് തന്നെ എന്നുവെച്ചാൽ കൂലിയിലും മറ്റേലും കോപ്പറേറ്റ് പറഞ്ഞില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും അതേ മ്യൂസിക് വെച്ച് അപ്പോൾ വീണ്ടും ഇട്ടപ്പം കമ്പ്യൂട്ടറിൽ ആദ്യമേ കാണിച്ച് കോപ്പറേറ്റ് ഇഷ്യൂ കാണിച്ച്. എന്നിട്ട് ഞാൻ അത് വേറെ പാട്ടിട്ട് അപ്ലോഡ് ചെയ്തു. ആക്ച്വലി അതിൽ വലിയ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ അത് ഞങ്ങൾ അതിൽ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അത് നല്ല അത്യാവശ്യം കിട്ടുന്ന കണ്ടന്റ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ വോയിസ് ഒന്നും ഓക്കെ അല്ല. അപ്പോഴേ എൻ്റെ ബ്ലസ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ അതിൻ്റെ വോയിസ് ഒക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞേടാ അത് കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് പറഞ്ഞേറ്റേ ഉള്ളൂ, മൈക്കിൻ്റെ ഇഷ്യൂ ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞേടാ അത് കുഴപ്പമില്ല, നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വിഷമമായി. അങ്ങനെയാണ് ഞാൻ മൈക്ക് വാങ്ങിച്ചത്. പെട്ടി ഇവിടെ തൂക്കിയിട്ടുണ്ട്, എടുക്കണ്ടായിരുന്നു. വേണ്ട, മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് അവന് വേണ്ടി. ഒരു പെട്ടി തന്നെ 2 ഞാൻ മൈക്ക് വാങ്ങിച്ചു. 2000 സംതിങ് രൂപയായുള്ളൂ. അത്രേ ആയുള്ളൂ. അതുകൊണ്ട് സ്റ്റാർട്ടിങ് ആയിട്ട് അത് മതിയെന്ന് വിചാരിച്ച്. പിന്നെ പോ ഓക്കെ ആക്കാം. നീ വേറെ എന്താ ചോദിച്ചായിരുന്നല്ലോ? 11 സമയം. ഓക്കെ, ഈ 11 വെച്ചാൽ മോർണിംഗ് 11 മറ്റേ ഈ 11 എന്ന് പറയുന്നത് ഒരു മിത്താണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഫ്യൂച്ചറിൽ നടക്കും എന്നുള്ളൊരു ഇതുണ്ട്. അതായത് ഇപ്പൊ എല്ലാരും ദൈവത്തിനെ വിശ്വസിക്കത്തില്ല, എല്ലാരും പ്രേതത്തിനെ വിശ്വസിക്കത്തില്ല, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷെ വിശ്വാസമില്ലെന്നല്ല, ഞാൻ അങ്ങനെ പോവാറില്ല. അറിയാമല്ലോ നിനക്ക്. പള്ളി വീട്ടിൽ എത്ര കൊല്ലടാ? 2 5-6 കൊല്ലെങ്കിലും ആയിക്കാണ്. കൊറോണ അതിന് മുമ്പേ ഞാൻ പോകത്തില്ല. കൊറോണ 5-6 കൊല്ലമായില്ലേ? 4 കൊല്ലമായി കൊറോണ അതിന് 1 വർഷം മുമ്പേ ഞാൻ പോകത്തില്ല. കാരണം എനിക്ക് അവിടെ പോയി ഇരിക്കാൻ വയ്യ. അതാണ് എന്നുവെച്ചാൽ നമ്മൾ ഈ കേട്ട കാര്യം തന്നെ വീണ്ടും കേട്ടോണ്ടിരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. അതേപോലെ ഈ 11 എന്നുള്ള സമയം, ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്നുള്ളൊരു ഇതുണ്ട്. വെറൊരു മിത്താണ്, പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അത് പറഞ്ഞ അല്ല, സിമ്പിളായിട്ട് പറയാൻ പറ്റും. പക്ഷെ എൻ്റെ ഇരിക്കുന്ന എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അത് കൊള്ളാം, നല്ല സിമ്പിൾ ബട്ട് പവർഫുൾ. ആക്ച്വലി അയ്യോ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ എല്ലാം മറ്റേ ഇതടിച്ചായിട്ടിരിക്കുന്ന ഏജ് റെസ്ട്രിക്ഷൻ കിടപ്പുണ്ട്. 18 വയസ്സിന് താഴെ. അത് നമ്മള് ചില വീഡിയോയിലൊക്കെ തെറി വിളിക്കുന്നുണ്ട്. എല്ലാം ബീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ബീപ്പ് ചെയ്യാൻ നിന്നാ ബീപ്പ് ചെയ്യാൻ മാത്രമേ കാണത്തുള്ളൂ. മറ്റേ ബ്ലസ്സിന്റെ കൂടെ പോയാലും ബീപ്പ് ചെയ്യാൻ വോയിസ് വേണ്ട, അതിന് വോയിസ് ഇല്ല, വെറുതെ അത് മറ്റേ പൂമാനമേ മറ്റേ അതൊക്കെ ഇട്ട് ഇങ്ങനെ കയറ്റി വിടേണ്ടി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന്. അതില് ബീപ്പ് ചെയ്യാനേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. ഇത് 11 കാര്യം.
അത് ആക്ച്വലി അത് ഞാൻ പറയാലോ. ചിലര് ദൈവത്തിനെ വിശ്വസിക്കും, ചിലര് മറ്റേ ദൈവത്തിനെ വിശ്വസിക്കുന്നവര് മിക്കവരും പ്രേതത്തിനെ വിശ്വസിക്കുന്നുണ്ട്. അതെന്തൊരു കാണണമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, ഈ പ്രേതം ഉണ്ടെങ്കിൽ ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം. ചുമ്മടാ കണ്ടിരിക്കാൻ അത് നല്ല ഐഡിയാണ് കേട്ടോ. കണ്ടിട്ട് പ്രേതത്തിന് അനുഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം, എന്നിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്രേതത്തിനെ കാണാം. അപ്പൊ അത് എവിടെ പോയി കാണും നീ? എവിടെ പോയി കാണും? ഓജോട് ചോദിക്കാം. അത് കിടക്കും കോയിന് നീങ്ങാൻ മതിയായിരുന്നു. അത് നീ രോമഞ്ചത് നീക്കലെടുത്ത് നീക്കാം. മറ്റേ അപ്പുറത്ത് എന്ത് എന്റെ ഞാൻ വിളിക്കാം, വരണമെങ്കിൽ വരട്ടെ. അപ്പൊ ചിലര് ഞാൻ ഇത് ഈ 11-11 കാര്യം കുറെ പേരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചിലരെന്റെ അടുത്ത് പറഞ്ഞിട്ടോ നിനക്കത് പ്രാന്താണ്. ഞാൻ കാര്യം പറയട്ടെ, ഈ ഭൂമിയില് ഇപ്പോഴും ജ്യോതിഷം വിശ്വസിക്കുന്നവരും കുറെ അന്ധവിശ്വാസം വിശ്വസിക്കുന്നവരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ 11-11 ഒന്നുമല്ല. ഞാൻ അതൊന്നും ഒന്നുമല്ല. പല പ്രശ്നങ്ങളും ഉണ്ട്. വേറെ ഒന്നുമല്ല, ഈ നമ്മുടെ ലൈഫിൽ നല്ലതായിട്ടൊന്നും നടക്കണില്ല. ആ സമയത്ത് ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്നുള്ള വിശ്വാസം നമുക്ക് വരും. അങ്ങനെ ചുമ്മാ ഒന്ന് വിശ്വസിക്കുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നല്ല കാര്യമായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പലം തന്നെ ചെയ്യൂ. എന്തെങ്കിലും തോന്നിയ കമന്റ് ചെയ്യൂ. എല്ലാം കമന്റിലോട്ടാണല്ലേ. തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് അയച്ചാൽ മതി, മെസ്സേജ് ആയിട്ട് അയക്കാം. കാരണം ആ മെസ്സേജ് വായിക്കാൻ എനിക്ക് ത്രാണിയില്ല. ഞങ്ങള് എൻ്റെ കഥ പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. ആക്ച്വലി ഈ പോഡ്കാസ്റ്റ് എത്ര നേരം നീണ്ടുപോയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം അത് കട്ട് ചെയ്ത് 3-4 ദിവസത്തെ കണ്ടന്റ് ആയിട്ട് ഇടാക്കി. എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ ഇതൊരു 2 മണിക്കൂറായിട്ടിട്ട് ആരും കേൾക്കൂല. പകരം ഞാൻ 15 മിനിറ്റിന്റെ ഓരോ ഓഡിയോ ആയിട്ട് ഇട്ട ഉറപ്പായിട്ടും ആരെങ്കിലും ഒക്കെ കേൾക്കും. ബോറടിക്കില്ല. 5-10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അയ്യോ, പിന്നെന്താ, നിന്റെ ഫസ്റ്റ് ഫ്രണ്ടിനെ നിനക്ക് ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് ഫ്രണ്ട് അതെ, ഞാനത് ഓർക്കുന്നു. 2ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ടൊരുത്തനെ കിട്ടിയത്. അതൊരു ഒരുത്തനില്ലായിരുന്നു. പ്ലേ ഗ്രൗണ്ടിലെ കമ്പിൽ തൂങ്ങിക്കിടന്നത് ഞാൻ LKG UKG ഒക്കെ നടന്നത്. സെന്റ് തോമസിലായിരുന്നു. സെന്റ് തോമസിലായിരുന്നു. 2ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ടൊരുത്തൻ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നത്. ജനദത്തൻ. അവ ഇപ്പൊ റഷ്യയിൽ എന്തോ പഠിക്കുകയാണ്. അവിടെ -4 ഡിഗ്രി എന്തിനാണ് തണുപ്പടിച്ച് ഇടക്കിടക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ അയക്കും. എനിക്കുണ്ട് വിഘ്നേഷ് എന്ന് പറഞ്ഞെടുത്തെ നല്ല കോണ്ടാക്ട് ഉണ്ട്. കോണ്ടാക്ട് പിന്നെ ഇപ്പം പറഞ്ഞുതരാം. ഞാൻ പണ്ട് താമസിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സ്വന്തം വീടായിരുന്നു. അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു വീട്. ആ വീട്ടിലെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട്, അടുത്തത് ബെഡ്റൂം. പക്ഷെ ഇവിടെ സിറ്റ് ഔട്ട്, ഇവിടെ ബെഡ്റൂം, അത് കഴിഞ്ഞിട്ട് അടുക്കള, ഏറ്റവും ബാക്കിൽ ബാത്റൂം. ഇങ്ങനെയാണ് ഇരുന്നത്. ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ വരച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ആയിരുന്നു വീട്. ഇങ്ങനെ പക്ഷെ അവിടെ നല്ല രസമായിരുന്നു. അവിടെ നല്ല മുറ്റമൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു ദിവസം കാണിച്ചു തരാം. ഇപ്പൊ ആ വീട് കുറച്ച് റിനോവേറ്റ് ചെയ്ത് കുറച്ചുകൂടെ നല്ലേ. ഞാൻ താമസിച്ചിട്ടിരുന്നപ്പം ഓടിട്ടിട്ട് വേറൊരു സാധനം ഇങ്ങനെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഓടിട്ടിട്ട് ഓട് പോലത്തെ സാധനം തന്നെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. മറ്റേ സീലിംഗ് പല പോലെ ഒരു സാധനം. സീലിംഗ് വരെ ചുമ്മാ ഒരു സാധനം. സീലിംഗ് അല്ല, അത് ഇളക്കി മാറ്റാനൊക്കെ പറ്റും. ഓടിങ്ങനെ ചരിച്ചല്ലേ ഇടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചുമ്മാ ചില വീടുകളിൽ ഇങ്ങനെ തട്ട് പോലെ വയ്ക്കത്തില്ലേ, അതേപോലെ ചെറിയൊരു ഇത്.
അവിടെയാണ് ഇങ്ങനെ ഊഞ്ഞാല് കെട്ടിയിരുന്നത്. ഊഞ്ഞാലല്ലോ മറ്റേ തൊട്ടില്. എന്റെ അനിയൻ ജനിച്ചതൊക്കെ അവിടെയാണ് തൊട്ടിൽ കെട്ടിയിരുന്നു. അപ്പം ഈ തൊട്ടിൽ കെട്ടിയിരിക്കണതിന്റെ അവിടെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു പലവ ഇങ്ങനെ കയറ്റി. പലവ കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറുതായിട്ടൊരു സാധനം ഇങ്ങനെ വെട്ടി വെച്ച്. അല്ല ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ അവിടെ അണ്ണാനൊക്കെ വന്നിരിക്കുവായിരുന്നു. നല്ല രസമാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ കുഴിയോ കൂട്ടുകാരുടെ ഞാൻ പറഞ്ഞത് എവിടെ പോകണം. നമ്മള് കോഫിയിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൂട്ടുകാരുടെ വീട് ഇത് പറഞ്ഞു തീർക്കാം. ഞങ്ങൾ പറഞ്ഞിരിക്കും നിങ്ങൾ റെക്ടാംഗിൾ വരച്ച വരെയാണ് വീട്. ഇതേ പൊസിഷൻ അപ്പുറത്ത് വീണ്ടും കിടപ്പുണ്ട്. ഇതേപോലെ അപ്പുറത്തൊരു സൈഡ്, ആ സൈഡിൽ ഇതേപോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരനും ഇങ്ങനെ അടുത്തടുത്ത വീടാണ് വെച്ചാൽ ഒരു വീടിന്റെ തന്നെ 2 പോർഷനാണത്. നടുക്കൂടെ ഒരു മതിൽ പോയിട്ടുണ്ട്. അന്ന് എൻ്റെ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റില്. വേറെ കാര്യം അത് പറഞ്ഞാൽ ഇതൊന്നും തീരില്ല. അത് പറഞ്ഞ സങ്കടം പറഞ്ഞു തുടങ്ങില്ലേ. അപ്പോഴ് എൻ്റെ ഫസ്റ്റ് കൂട്ടുകാരനാണ് അവൻ. അപ്പം നല്ല രസമായിരുന്നു ആ ടൈമൊക്കെ. നല്ല രസമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പോണത്, ഒരുമിച്ചാ തിരിച്ചു പറഞ്ഞത്. അയ്യോ അന്ന് ഞാനും അവനും ഫുൾ ടൈം സംസാരമായിട്ട് ടീച്ചർ പിടിച്ച് വെളിയിൽ വരെ നിർത്തിയിട്ടുണ്ട്. എന്നാലും നിർത്തത്തില്ല ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരേ വീട്ടിന്റെ 2 പോർഷനിൽ നടന്നതാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, തിരിച്ച് വീട്ടിൽ വരണത് വരെയും ഒരുമിച്ച് തന്നെ പോണതും വരണതും. വന്ന് കഴിഞ്ഞാലും എന്നുവെച്ചാൽ ഒരു 3 മണി എന്തോ കഴിയുമ്പോൾ സ്കൂൾ കഴിയും. സ്കൂൾ ബസ്സിലാണ് തിരിച്ചു പറഞ്ഞത്. സ്കൂൾ ബസ്സിൽ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. ഒരുപാട് ദൂരമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. തിരിച്ച് ഞാൻ വീട്ടിൽ പോയി റെഡിയായി തിരിച്ച് ഇവന്റെ വീട്ടിൽ തന്നെ പോകണം. രാത്രി വരെ ഇവന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. എന്നാലും സംസാരിച്ച് തീരത്തില്ല. എന്നാൽ ഞങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. അങ്ങനെ വേറൊരു കാര്യമാണ്. എന്റെ വാച്ചൊക്കെ തന്നെ സംസാരിക്കുന്നത്. പക്ഷെ അന്ന് എന്റെ വീട്ടിൽ TV ഉണ്ടായിരുന്നോ? ഒരു ചെറിയ TV എന്തോ ഉണ്ടായിരുന്നോന്നാണ്. മറ്റേ CRT തന്നെ ചെറിയൊരു TV എന്തോ. ഒരു വലുതായിട്ട് അങ്ങനെ കാണത്തില്ലായിരുന്നു. നല്ല രസമായിരുന്നു ആ ടൈമൊക്കെ. എന്നുവെച്ചാൽ അപ്പോഴേ ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയ്ക്ക് ആ സമയത്ത് ജോലി ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റില്. അപ്പൊ എന്നെ ഒരുവിധം ആ സമയത്ത് കുറച്ചൊക്കെ നോക്കിയിരുന്നത് ഇവന്റെ വീട്ടുകാരാ. അപ്പം അവന്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം വീട് വരെ അത്. ഞാൻ ഇപ്പൊ പോയാലും ഒരു കുഴപ്പമില്ല എന്നുള്ളത്. ഭയങ്കര രസമാണ് അവിടെ പോയി നിൽക്കുന്നത്. അവൻ മാമനായപ്പോ എനിക്കൊരു സന്തോഷം, ഞാനും മാമനായപ്പോ. അങ്ങനെയാണ്. അയ്യോ ഞാൻ പിന്നെ വലിയ അനക്കോ ആളോ അനക്കോ ഒന്നും ഇല്ലാതെ വീട്ടിനകത്ത് തന്നെ ആയിരുന്നു. നീ ഒറ്റ മോന. ഞാൻ പിന്നെ 3 വയസ്സ് വരെ അച്ഛൻ്റെ കുടുംബ വീട്ടിലായിരുന്നു. പിന്നെ 3-ാമത്തെ വയസ്സിലാണ് അച്ഛൻ വീട് വെച്ച് ഇങ്ങോട്ട് വന്നത്. അതുവരെ 3 വയസ്സ് വരെ അവിടെ ചേച്ചിമാരെ കടിക്കുകയും തിരക്കും മണ്ടയ്ക്ക് പട്ടയൊക്കെ തടിക്കുകയൊക്കെ ആയിരുന്നു പരിപാടി. ഇവിടെ വന്ന് പിന്നെ ലോൺലിനെസ് അടിച്ച് ഒറ്റയ്ക്കൊരു വീട്ടിനകത്ത് ചേരാപരത്തിൻ്റെ തിരിഞ്ഞടന്ന് നടക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഒരു 2ാം ക്ലാസ് വരെ അവിടെ സിറ്റിക്കകത്ത് മുസ്ലിം അസോസിയേഷൻ സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ തന്നെയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 2 വർഷമായപ്പം സ്കൂള് പയ്യെ വിറ്റു തുടങ്ങി. അത് പ്രൈവറ്റ് സ്കൂളെന്തോ സ്കൂള് പയ്യെ വിറ്റു തുടങ്ങി. ഇപ്പൊ അതെന്തോ ഹോസ്റ്റൽ എന്തോ ആണ് ആ സ്കൂള് ഹോസ്റ്റലാ. സ്കൂള് ഹോസ്റ്റലായി. ഇപ്പൊ കുറച്ചെന്തേ ഉള്ളു ആ സ്കൂള്. ബാക്കി ഫുള്ള് ഹോസ്റ്റലാക്കിയവര്. അന്ന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. കാരണം അച്ഛൻ PTA പ്രസിഡന്റ് അവിടെ എല്ലാവർക്കും എന്നെ അറിയാം. അവിടെ ഏറ്റവും ചെറിയ കൊച്ചു തൊട്ട് ഏറ്റവും വലിയ ആള് പ്രിൻസിപ്പാള് വരെ എല്ലാവർക്കും എന്നെ അറിയാം. ഫേമസ് ആണ്. ഞാൻ ഹോംവർക്ക് എഴുതി വന്നില്ലെങ്കിൽ ടീച്ചർ പ്രിൻസിപ്പാളിനെ വിളിക്കും, പ്രിൻസിപ്പാൾ അച്ഛനെ വിളിക്കും. അങ്ങനെയായിരുന്നു ഫസ്റ്റ്. അത് LKG UKG 1 2. പക്ഷെ ഇവൻ കൂടെ ഉള്ളതുകൊണ്ട് ബോറടിക്കും. വിഘ്നേഷ് കൂടെ ഉള്ളതുകൊണ്ട് ബോറടിയില്ല. അത് വേറൊരു കാര്യമാണ്. എന്നുവെച്ചാൽ എന്റെ കൂട്ടിന് അവന് ഇറങ്ങി നിൽക്കും. ഞാൻ എഴുതിയില്ലെങ്കിൽ അവന് എഴുതത്തില്ല. അത് വേറൊരു കാര്യമാണ്.
ഞാൻ മിക്കവാറും ഫുൾ ടൈം ശനി ഞായറൊക്കെ മിക്കവാറും എന്റെ വീട്ടിലൊക്കെ തന്നെ. ഞാൻ എന്റെ വീട്ടിൽ പോലും കയറത്തില്ല. എനിക്ക് എന്തോ അതിപ്പോഴും അങ്ങനെയാണല്ല. ആ സമയത്തിന് ശേഷം ഇങ്ങോട്ട് വന്നത്. ഞാനൊരു 3ാം ക്ലാസ് ഒക്കെ ആയപ്പം വീട് മാറി അച്ഛൻ്റെ നാട്ടിലോട്ട് വന്നു. അച്ഛൻ്റെ നാട്ടിലോട്ട് വന്നപ്പം ഇവിടെ ഇപ്പം എനിക്ക് ആ ഒരു ബോണ്ട് അങ്ങ് പോയി, ആ കണക്ഷൻ അങ്ങ് ചെറുതായിട്ടൊന്ന് പോയി. ഇപ്പം ഞാൻ വീട്ടിൻ്റെ അകത്ത് തന്നെയായി. ഇവിടെ ആളുണ്ട് എന്നുവെച്ചാൽ എൻ്റെ വല്യച്ഛൻ്റെ മക്കളുണ്ട്, അനിയുണ്ട്, എനിക്ക് അനിയുണ്ട്. പക്ഷെ ഞാൻ വെളിയോട്ട് ഇറങ്ങൂല, വീട്ടിൻ്റെ അകത്തിരുന്ന് ടി വിയും കണ്ട്. അതാണ് അവിടെ ചെറിയ ടി വി ആയിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് വലുതായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല ഞങ്ങൾക്ക്. ഇവിടെ വന്നപ്പോ വലിയ ടി വി ഞാൻ നോക്കിയപ്പോൾ നല്ല രസം. അപ്പോഴേ ഇവിടെ ഞാൻ ശരിക്കും 3ാം ക്ലാസ് ഒക്കെ ഇട്ട് ഇവിടെ വരുമ്പോഴാണ് മറ്റേ ഇതൊക്കെ കണ്ടു തുടങ്ങും. മറ്റേ ചോട്ടാ ഭീം, അതൊക്കെ ഇവിടെ വന്ന ശേഷം കണ്ടു തുടങ്ങുന്നത്. അന്ന് നല്ല രസമാണ്. അപ്പൊ ഞാൻ അതിൻ്റെ അകത്തിരുന്ന് കാണും, വീട്ടിൽ ഇരുന്ന് തന്നെ കാണും. ഇവര് വെളിയിൽ കളിക്കാൻ പോയാലൊന്നും ഞാൻ കൂടെ പോകത്തില്ല. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കയ്യിൽ വെച്ച് ചേച്ചിരിക്കും. എനിക്ക് അയ്യോ, ഞാനൊരു 4ാം ക്ലാസ്സൊക്കെ ആയപ്പം വണ്ണം വെച്ച്. അയ്യോ, അത് വേറൊരു അവരുടെ അടുത്ത്. പക്ഷെ ഇപ്പൊ നല്ല മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. അന്ന് വണ്ണം വെച്ചിട്ട് എനിക്ക് കുറെ ദൂരം ഓടാനൊന്നും പറ്റൂല. എനിക്ക് അവസാനം ഞാൻ പിന്നെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ വേറെ വലുതായിട്ട് കൂട്ടുകാരൊന്നുമില്ല. പിന്നെ വലുതായിട്ട് വെച്ചാൽ എനിക്ക് 3, 4, 5 കൂട്ടുകാരൊന്നും വലുതായിട്ടില്ല. ആ സമയത്തുള്ള കോണ്ടാക്ട് വലുതായിട്ടൊന്നുമില്ല. അങ്ങനെ എന്നുവെച്ചാൽ വഴി കൂടെ ഒക്കെ പോകുമ്പോ ചിലരൊന്ന് കൈ കാണിക്കും. എന്നാലും എനിക്ക് അപ്പോഴും കൂടെ പഠിച്ചവരെ ഒന്നും ഓർമ്മയില്ല. ആകെ 2-3 പേരെ മാത്രമേ ഓർമ്മയുള്ളൂ. എന്നുവെച്ചാൽ അത് ഈ വീട്ടിന്റെ അടുത്തൂടെ ഉള്ളവരായതുകൊണ്ട് അച്ഛന്റെ കൂട്ടുകാര് വരുന്നു, കൂട്ടുകാരെ മക്കളാ. അപ്പൊ അവരെയൊക്കെ ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ 5 കഴിഞ്ഞപ്പോ നേരെ സെന്റ് മേരീസിലോട്ട് ചാടി. സെന്റ് മേരീസ് ചാടിയതിനു ശേഷമാണ് ഞാൻ ഈ വണ്ണം കുറഞ്ഞത്. അവിടെ വേറെ ലോകമാണ്. സെന്റ് മേരീസ് വേറെ ലോകമാണ്. നീണ്ടു നിവർന്ന് കിടക്കുക. എന്ന് വെച്ചാൽ നമ്മള് മെയിൻ ഗേറ്റിൽ നിന്ന് നമ്മളെ ക്ലാസ് എത്തുമ്പോഴത്തേക്കും രാവിലെ കഴിച്ച ഫുഡ് കഴിച്ചിരിക്കും. ഏതാണ്ട് അവിടെ അതിനകത്തുനിന്ന് 1.5 കിലോമീറ്റർ ബ്ലോക്കിലോട്ട്. എന്റെ ഫസ്റ്റത്തെ ക്ലാസ് 6ാം ക്ലാസ്. ഗേറ്റിന്റെ അവിടെ നിന്ന് ഗ്രൗണ്ടിന്റെ അവിടെ ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്. നല്ല ദൂരമുണ്ട്. അടുത്ത 7ാം ക്ലാസ്. 7ാം ക്ലാസ് ഓഡിറ്റോറിയത്തിന്റെ അവിടെ ആയിരുന്നു. താഴെ അല്ല, ഓഡിറ്റോറിയത്തില് ഓപ്പൺ ക്ലാസ്. അതിനും അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നടക്കണം. എന്നിട്ട് പിന്നെ 8, 9, 10 മറ്റേ പ്രിൻസിപ്പാളിന്റെ 8 ഏറ്റവും താഴെ ഏറ്റവും അടിയത്തെ ബ്ലോക്ക്, 9 നടുക്കുള്ളത്, 10 ഏറ്റവും മേളത്തെ. 8 ഇനി മറ്റേ ബ്ലോക്ക് ആയിരുന്നു, മറ്റേ സൊസൈറ്റിക്ക് ഓപ്പോസിറ്റ് ഉള്ള ബ്ലോക്ക്. അതിൽ ഇങ്ങേറ്റത്തെ ക്ലാസ്. 9 നമ്മൾ ബസേലിസിൽ കയറി പോകുമ്പോ ഉള്ള ക്ലാസ്, 10 ഏറ്റവും മുകളിൽ. പക്ഷെ സെന്റ് മേരീസിലെ കാര്യം എന്ന് പറയുന്നത് വേറൊരു കാര്യമുണ്ട്. സെന്റ് മേരീസിൽ എത്ര അത്യാവശ്യം പിള്ളേരില്ലേ? അത്യാവശ്യം ഇഷ്ടം പോലെ. ആരെങ്കിലും വെടിവെച്ച് കണ്ടാൽ നമ്മളിങ്ങനെ നോക്കും, എന്നിട്ട് ചോദിക്കും സെന്റ് മേരീസ് പഠിച്ചു. അത് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെ നമ്മളെല്ലാം കണ്ടതാണ്. എന്നാൽ ആരെയും പരിചയം കാണത്തില്ല. ചുമ്മാ പോകുമ്പോ ഞാൻ അങ്ങോട്ടും തെരപ്പ നടക്കുമ്പോ കാണുന്ന. ഞാൻ ഒരു ദിവസം ശിഖേടം പോയിട്ട് നമ്മളെ പട്ട ഇൻസ്റ്റാമാർട്ടിൽ നിൽക്കുക. അപ്പൊ ഒരുത്ത ഇങ്ങനെ ബൈക്കിൽ കൊണ്ടുവച്ചിട്ട് എന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എനിക്കിങ്ങനെ അറിഞ്ഞോലും കൂടെ ഞാൻ എന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, അല്ലാതെ വലിയ പരിചയമില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഇത് സാധനം എടുത്ത് ഇറങ്ങിയപ്പം നേരെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ, ബ്രോ സെന്റ് മേരീസ് ഉണ്ടായിരുന്നില്ലേ? ഞാൻ ബ്രോ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല എന്നെ ഓക്കെ കാണാം വ്യത്യാസം. ഞാൻ ആ സമയത്ത് ബാൻഡ് ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നുണ്ട്, ബാൻഡും കാര്യമായിട്ട് അങ്ങനെയൊക്കെ നടന്നുകൊണ്ട് അത്യാവശ്യം ഫാൻസ് ആയിരുന്നു.